സുപ്രീം കോടതി ജഡ്ജിമാർ സ്വത്ത് വിവരം വെളിപ്പെടുത്തും. വെബ്സൈറ്റിൽ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാനും സുപ്രീം കോടതി ഫുൾ കോർട്ട് യോഗത്തിൽ തീരുമാനമായി. ജുഡീഷ്യറിയിൽ സുതാര്യതയും പൊതുജന വിശ്വാസവും ഉറപ്പിക്കുന്നതിനാണ് നടപടി. വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്ന് ഷബ്ന സിയാദ് ചേരുന്നു. ഷബ്ന, ഈ ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിൽ പണം കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം മുന്നിൽ നിൽക്കുകയാണ്. ജുഡീഷ്യറിയുടെ വിശ്വാസ്യത, ജഡ്ജിമാരുടെ സാമ്പത്തിക ഇടപാടുകളുടെ സുതാര്യത ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി എത്തിയിരിക്കുന്നത്. തീർച്ചയായും ദിനിൽ, ഈ ജുഡീഷ്യറിക്ക് വലിയ കളങ്കം ഏൽപ്പിച്ച അടുത്ത കാലത്തായി വലിയ ആക്ഷേപത്തിന് ഇടവരുത്തിയ സംഭവമായിരുന്നു ഹൈക്കോടതി ജഡ്ജിയുടെ വസതിയിൽ നിന്ന് പണം കണ്ടെത്തിയത്. അതും അപ്രതീക്ഷിതമായിട്ടാണ് ഇത്തരത്തിലൊരു തീപിടുത്തത്തെ തുടർന്ന് ഈ പരിശോധന നടത്തുമ്പോൾ പണം കണ്ടെത്തുന്നത്. അത് ജുഡീഷ്യറി വളരെ സീരിയസ് ആയി വിഷയം എടുക്കുകയും സുപ്രീം കോടതി ആഭ്യന്തര അന്വേഷണ സമിതിയെ നിയമിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ യശ്വന്ത് വർമ്മയെ സ്ഥലം മാറ്റണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അത്തരത്തിലുള്ള ആവശ്യങ്ങൾ കോടതി അംഗീകരിക്കുകയും ചെയ്തു. സുപ്രീം കോടതിയുടെ തന്നെ 3 അംഗ ആഭ്യന്തര സമിതി ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇന്നിപ്പോൾ ഫുൾ കോർട്ട് കൂടി സുപ്രീം കോടതി നിർണായകമായ തീരുമാനം എടുത്തിട്ടുള്ളത്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ വെളിപ്പെടുത്തും എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ ഫുൾ കോർട്ട് യോഗത്തിൽ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തതായി അറിയിപ്പുകൾ വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും പണം പിടിച്ചത് അടക്കമുള്ള വിഷ്വലുകൾ അടക്കം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മറ്റ് സുപ്രീം കോടതിയിലെ എല്ലാ ജഡ്ജിമാരുടെയും സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തണം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഏതായാലും ജുഡീഷ്യറിയിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നടപടി എന്നാണ് ഈ ഫുൾ കോർട്ട് യോഗത്തിന്റെ തീരുമാനം. മറ്റ് സുപ്രീം കോടതി കഴിഞ്ഞാൽ പിന്നെ ഹൈക്കോടതി അടക്കമുള്ള കോടതികളിലേക്ക് ഇത്തരമൊരു തീരുമാനം ഒരു പക്ഷേ എത്തിയേക്കാം. കാരണം ഏതായാലും പരമോന്നത നീതിപീഠത്തിലെ ജഡ്ജിമാർ ഇത്തരത്തിൽ സ്വത്ത് വെളിപ്പെടുത്തുന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഓക്കെ, വ്യക്തമാണ്. ഷബ്ന സിയാദാണ് വിവരങ്ങൾ നൽകിയത്. മാതൃകാപരമായൊരു നടപടി, ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയും സുതാര്യതയും ഉയർത്തിപ്പിടിക്കുന്നതിനുള്ളൊരു നടപടി ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതി ജഡ്ജിമാർ സ്വത്ത് വിവരം വെളിപ്പെടുത്തും. വെബ്സൈറ്റിൽ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാനും ഫുൾ കോർട്ട് യോഗത്തിൽ തീരുമാനം. ഷബ്ന സിയാദാണ് വിവരങ്ങൾ നൽകിയത്.